ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്താണ്. വട്ടിയൂർക്കാവിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇതൊരു കോർപ്പറേഷൻ ഏരിയയാണ്. ഇവിടെ 8.3 സെൻറ്റിൽ 3550 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ റെഡ് ബ്രിക്കിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ലക്ഷറി സ്മാർട്ട് ഹോമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്കും സംശയം ഉണ്ടാവും എന്താണ് സ്മാർട്ട് ഹോം എന്നുള്ളത്. അതായത് നമ്മുടെ ഫോണിൽ തന്നെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ പുറത്താണെങ്കിൽ പോലും മറ്റു സ്ഥലത്താണെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആർക്കും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ആപ്സ് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ് എല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്നതാണ്. അതുകൂടാതെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ച സമയത്താണ് വരുന്നത്, നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മുടെ അകത്തെ ഒരു കൂളിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ആ റൂം ഒന്ന് ചില്ലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ അകത്ത് AC എല്ലാം ഓൺ ചെയ്ത് തണുപ്പിച്ച ശേഷം മാത്രം അകത്തേക്ക് പോയാൽ മതി. അങ്ങനെ ഓട്ടോമേഷൻ്റെ കൂടിയ ഒരു ലക്ഷറി സ്മാർട്ട് ഹോം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഇതൊരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ കോർട്ട് ജഡ്ജ് മുതൽ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ IT പ്രൊഫഷണൽസും കൂടാതെ സയൻറ്റിസ്റ്റുകൾ താമസിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വില്ല നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളൊരു 3 കോടി ബഡ്ജറ്റിൽ ഒരു വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി സ്മാർട്ട് ഹോമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അതുപോലെ ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റാണ്. ഇപ്പം അകത്തുനിന്ന് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് വരും. അകത്തേക്ക് ഫുള്ള് നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ഫുള്ള് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 3 കാറോളം സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. 3 4 കാറോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ വീട്ടിൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് നടക്കാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാത്ത് വേ കാണാം, അതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നടന്ന് ഇവിടെ പെബിൾസ് എല്ലാം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോവാം. അതുപോലെ നല്ല രീതിയിൽ ഇവിടെ ഒരു പ്ലാന്റ്സിന് വേണ്ടി പണം ചിലവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ നീറ്റായിട്ട് മെഷൊക്കെ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബാൽക്കണിയൊക്കെ കൂടെ ഫുള്ള് ക്യാൻലിവർ പ്രൊജക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ പോലെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഫുള്ള് UPVC വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്യാമറ, നമുക്കൊരു സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സെക്യൂരിറ്റി ഉള്ളൊരു വില്ലയാണ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിലെ കാഴ്ചയിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് ബോർഡർ കാണുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടുണ്ട് വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർപോർട്ട് ചെയ്യണമെങ്കിൽ ഏത് ഭാഗത്തോടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സൈഡിലാണ് അത് ഓപ്ഷൻ വേണമെങ്കിൽ ആ സൈഡിലേക്ക് ചെയ്യാം. ക്യാൻലിവറായിട്ടൊരു കാർപോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സിറ്റൗട്ടിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ L ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഫുള്ള് UPVC വിൻഡോ ആണ്. അതുപോലെ നമുക്കൊരു വലിയൊരു ഡോർ, തേക്കിന് ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ എല്ലാം നമുക്ക് ഫിംഗർ സെൻസർ വയ്ക്കും, അതായത് ബയോമെട്രിക് ഓപ്പൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ലിവിംഗ് ഏരിയയിലേക്ക് വരാം. ഈ ലിവിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം 6x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോക്സി ചെയ്യാനുണ്ട്. ഈ ഒരു ലിവിംഗ് ഏരിയ ടോട്ടൽ സൈസ് നോക്കുകയാണെങ്കിൽ 14 അടി നീളവും ഏകദേശം 13 അടിയോളം വീതിയും വരുന്ന ഒരു ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ പുറകിലെ TV യൂണിറ്റ് കാണാം. TV യൂണിറ്റെല്ലാം നിർമ്മിച്ചിരിക്കുന്ന മറൈൻ പ്ലെയിൻ നല്ല രീതിയിലുള്ള ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റ് എന്ന ബ്രാൻഡാണ്, അതായത് ഹാവൽസിൻ്റെ ടോപ്പ് ബ്രാൻഡാണിത്. ഇതെല്ലാം ഓട്ടോമേഷൻ. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് കളർ, ഇവിടുത്തെ തീം, അതായത് വാം ആയിട്ടുള്ള ലൈറ്റ് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടിയുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു കോർട്ട് യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട് യാർഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 3 സ്റ്റോണുകൾ കാണാം, ഒരു പാത്ത് വേല കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ബോഡി ചെയ്യണമെങ്കിൽ അതിനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നേരെ കാണുമ്പോൾ നല്ലൊരു ടെക്സ്റ്റ് വർക്കാണ്, അതായത് ഒരു CNC കട്ടിങ് കൊടുത്തുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ആർച്ച് കൊടുത്തിട്ട് അതും ചെയ്തേക്കുന്നത്. ഇത് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു വാട്ടർ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടും ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോളറിൻ്റെ ബ്രാൻഡാണ്. നമ്മുടെ ഇവിടുത്തെ ഈ കാണുന്ന ഒരു മിറർ നോക്കണം, നമ്മൾ കൈ കൊണ്ട് ആ ഒരു ഹാൻഡ് ടെക്സ്ചറാണ്, അത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ടാബും അതുപോലെ വാഷ് ബേസിന് യൂസ് ചെയ്യുന്ന കോളറിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ഇവിടെ ഡ്രയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എന്തെങ്കിലും വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്കൊരു DB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DB നോക്കുകയാണെങ്കിൽ പുറമേ ലെഗ്രൻ്റാണ്, അകം നോക്കുകയാണെങ്കിൽ ഹാവൽസിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 3, അതായത് 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു ഫോയറിലേക്ക് വരികയാണ്. അതിന് മുകളിലായിട്ട് WPC പാനൽ ലൂവേഴ്സും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയയിൽ ലിവിങ് ഏരിയ നോക്കുകയാണെങ്കിലും ഇവിടെ എല്ലാം 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് വാദമുള്ള ആൾക്കാർക്ക് ഇവിടെ തണുപ്പ് നോക്കുകയാണെങ്കിൽ അതെല്ലാം റെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എപ്പോക്സി ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ മീനുകൾ കാണാം. അതുപോലെ ഒരു ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാട്ടർ ഫോണ്ടും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്, ഒരു വാട്ടർ ഫോളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കർട്ടൻ, അത് ഓട്ടോമേഷനാണ്. ഇപ്പോൾ എൻ്റെ റിമോട്ട് ഇരിപ്പുണ്ട്. ഇതിൽ 3 റിമോട്ടുണ്ട്. അതിന് പുറകിലായിട്ട് സ്റ്റെപ്പിൻ്റെതുണ്ട്, അതുപോലെ ലിവിങ്ങിൻ്റെതുണ്ട്, പിന്നെ കർട്ടൻ്റെ ഉണ്ട്. അപ്പോൾ ഈ കർട്ടൻ്റെ ലിവിങ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഈ ഇത് കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിലേക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇത് ക്ലോസ് ആവുന്നതാണ്. ഇതിനകത്തായിട്ട് നമുക്ക് ഷീർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമേഷനാണ്, റിമോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് വീടിൻ്റെ പുറത്താണെങ്കിൽ പോലും മൊബൈൽ ഫോണിൽ നമുക്കിതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. കിച്ചൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആർച്ച് ചെയ്തിട്ട് ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവേണം. ഇതെല്ലാം കൊറിയൻ ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ലൂവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കുക്കിംഗ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ടർക്കിഷ് കുക്കിംഗ് റേഞ്ചാണ് മുകളിലായിട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് ഗ്യാസ് സ്റ്റൗ ആണ്. താഴെയായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻബിൽറ്റ് ആണ്. സ്ലീക്ക് എന്ന ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ, സ്ലാബ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൊറിയൻ ടോപ്പ് തന്നെയാണ്. അതും ഏറ്റവും ക്വാളിറ്റി കൂടിയ പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിങ്കും കാണാം. ഇതെല്ലാം കോളർന്ന ബ്രാൻഡ് തന്നെയാണ്. ഈ സിങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊറിയൻ ടോപ്പിൽ തന്നെയാണ്. അതുപോലെ നമുക്ക് ഇനി ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടോൾ യൂണിറ്റ് എങ്ങനെ നോക്കാം? ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം അലൂമിനിയം സ്ട്രക്ചറിലും അതുപോലെ ഈ ഒരു ടെക്സ്ചർ ഉണ്ടാക്കത്തെ ഇതെല്ലാം ഒരു കോട്ടൺ രീതിയിലുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം മറൈൻ പ്ലൈ ആണ്. 710 ഗ്രേഡോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മറ്റേ നമ്മൾ ഹെറ്റിച്ച് എന്ന കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളും താഴേക്ക് ഫുള്ള് നോക്കണം, എല്ലാം ഹെറ്റിച്ച് എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വാറൻറ്റിയുള്ള, മിക്കുള്ളതിനും 30 വർഷം വരെയൊക്കെ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രീതിയിലുള്ള ഫുള്ള് ബ്രാൻഡ് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കിച്ചൻ്റെ ഈ ഒരു കബോർഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഹൈലി നല്ല ഹെറ്റിച്ച് എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. നമ്മൾ എത്ര സ്പീഡിന് അടച്ചു കഴിഞ്ഞാലും ഇതെല്ലാം സോഫ്റ്റ് ക്ലോസിന് പോകുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള ക്രോക്കറി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു ഡിഷ് വാഷർ വരും, അതിനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിഷ് വാഷർ ഏത് ബ്രാൻഡെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിന് ചെയ്തു തരുന്നതാണ്. ഇവിടെ മുകളിലായിട്ടും ഈ ഒരു വർക്ക് ഏരിയയുടെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ കൊറിയൻ ടോപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സിങ്കും കാണാം. ഇതെല്ലാം കോളർ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ ഡ്രോയർ കൊടുക്കുന്ന ട്രഡീഷണൽ രീതിയിലുള്ള ഇതെല്ലാം ഹെറ്റിച്ച് എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ താഴെ ഓരോ കൗണ്ടറും ഓരോ സൈസ് കൂടുതൽ, താഴെ കുറച്ചുകൂടെ വലിയ ഡ്രൈയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയായിട്ട് നമ്മുടെ ഒരു ലാമിനേഷൻ നോക്കുവാണെങ്കിൽ ഇതെല്ലാം അക്രിലിക് ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് പോലെയാണ് അക്രിലിക്. ഇവിടെ എല്ലാം സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഡോർ നോക്കുവാണെങ്കിൽ ഇതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുറന്ന് പുറകിലത്തെ കാഴ്ചകൾ നോക്കാം, പുറകിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ്, ലെപ്പോത്ര ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിന് നല്ല പൈസ ചിലവാക്കിയാണ് ഈ ഒരു പ്ലാന്റ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ടൊരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റിയോ കാഴ്ചകളെല്ലാം നമുക്ക് റൂമിൽ പോയിട്ട് കാണാം. അപ്പോൾ താഴെ നമുക്ക് 2 റൂമുകളാണ് വരുന്നത്, മുകളിൽ ബാക്കി 2 റൂം. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂമിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. അതായത് നമുക്കിവിടെ കേട്ടോ ഇതെല്ലാം വലിച്ച് താഴോട്ട് എടുക്കാൻ പറ്റും. പുൾ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എല്ലാം അതിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതെല്ലാം ഫുള്ള് മറൈൻ പ്ലൈ ആണ്. ഇവിടെ എല്ലാം പേഴ്സണൽ യൂസ്, നമുക്ക് പേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് എല്ലാം കാണാം. അതുപോലെ താഴെയായിട്ട് അത് കണക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം അകത്തെല്ലാം പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ അങ്ങനെ സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കോട്ടൺ ടെക്സ്ചർ രീതിയിലുള്ള ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം. റൂം നോക്കുവാണെങ്കിൽ ഇവിടെയെല്ലാം ഒരു 160-80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോക്സി ചെയ്യാനുണ്ട്. അതുപോലെ ബെഡ് സ്വിച്ച് ചെയ്യണം. ഇതെല്ലാം കർട്ടൻ എല്ലാം ഷിയർ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം ലൈറ്റ്സ് എല്ലാം നമുക്കെല്ലാം ഓട്ടോമേഷനാണ്. ഇവിടെ ആയിട്ടൊരു സെൻസർ കാണാം. നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരാൾ വരുവാണെങ്കിൽ ഈ സെൻസർ എപ്പോഴും ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റൂമിൽ ആരോ കയറിയിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു പ്രൈവസി നോക്കുവാണെങ്കിൽ അങ്ങേയറ്റം രീതിയിലാണ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ പുറകിലായിട്ടുണ്ട് കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പാറ്റിയോ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഒരു വുഡ് രീതിയിലുള്ള ഒരു ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പുറകിലായിട്ട് കലാത്തിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, ബാംബൂസ് ആണ്. അതുപോലെ നമുക്കിവിടെ സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്കൊരു പാത്ത് വേയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കറങ്ങി ചുറ്റി വരികയും ചെയ്യാം.
ഇനി നമുക്ക് ഈ റൂമിലെ വാഷ്റൂമിലെ കാഴ്ചകൾ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ വാഷ്റൂമിലെ ഡോർ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സെയിൻറ്റ് ഗോബൈൻ എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതുപോലെ ഇവിടെ നമുക്ക് സീലിംഗ് ഹൈറ്റ് വരെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മിറർ യൂണിറ്റ് കാണാം. അത് നമുക്ക് ലൈറ്റ് ചെയ്യാനുണ്ട് ഇനി അതിനകത്ത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം കോളറിൻ്റെ ഒരു ടോപ്പ് ബ്രാൻഡായിട്ടുള്ള അതും പുതിയ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനാണെങ്കിൽ കോളറാണ്, ടാപ്പും കോളറാണ്. അതുപോലെ ഇവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് ഭാഗത്തായിട്ട് ഒരു ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടിൽറ്റ് ചെയ്യാൻ സംഭവം എന്താ കാണിച്ചില്ല ഞാൻ. ആക്ച്വലി നമ്മളോട് ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കണ്ടോ വാഷ് ഉണ്ടാവും. രണ്ട് ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് കൂടാതെ തന്നെ നമുക്ക് ഹെൽത്ത് ഫോസറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വെറ്റ് ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ വെറ്റ് ഏരിയ. അതുപോലെ മുകളിലായിട്ട് റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത്. അതായത് ഡൈവേർട്ടറെല്ലാം ഇവിടെ വരുന്നത്. അത് നമുക്ക് സോപ്പ് യൂസ് ചെയ്യാനും അതുപോലെ ലിക്വിഡ് യൂസ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം മുകളിൽ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഷർ പമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ റൂം. ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആ ഒരു ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. എല്ലാം മറൈൻ പ്ലെയിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണ് നോക്കാം. ഇവിടെ ആയിട്ട് ഗ്ലാസ് ഡോർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടിൽറ്റ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ടും നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തിയിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്, സെയിം, ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട്, ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാം ഒരു തേക്കിൻ്റെ ഒരു പാനലല്ല, ഒരു സ്റ്റെപ്പ് തന്നെ തേക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ ഒരു സ്റ്റെപ്പ് ഫുള്ള് തേക്കാണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, കുറച്ചും കൂടെ ഒരു മാറ്റ് ഫിനിഷുള്ള സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാം ടഫൻ ഗ്ലാസും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ റിമോട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ റിമോട്ടിൽ പ്രസ് ചെയ്താൽ മതി, അത് ക്ലോസ് ആവുകയാണ്. അപ്പോൾ നമുക്ക് കർട്ടൻ എപ്പോഴും ക്ലോസ് ചെയ്യണം, ഓപ്പൺ ചെയ്യണം, എല്ലാം നമുക്ക് റിമോട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അകത്തായിട്ടൊരു ഷിയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അത് നമ്മുടെ ഇവിടുത്തെ ലാൻഡിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അതെല്ലാം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ അപ്പർ ലോഞ്ചിലേക്ക് വരാം. അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു TV യൂണിറ്റ് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഫോയർ അല്ലെങ്കിൽ ഒരു കോറിഡോർ പോലെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള ടൈൽസ് തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി പോലെ ഇവിടെ തന്നെ നമുക്കൊരു കർട്ടൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് റിമോട്ട് വെച്ച് തന്നെ ഈ കർട്ടൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഒരു പോണ്ടിലെ കാഴ്ചകളാണെങ്കിൽ ഇവിടെ നിന്ന് കൃത്യമായ ഒരു പോണ്ടിലേക്കുള്ള കാഴ്ചയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിന് അടുത്തുള്ള TV യൂണിറ്റ് ഏരിയയിലേക്ക് വരാം. ഇതൊരു TV യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് TV കാണാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറിൽ ഹോം തിയേറ്റർ ആക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷനിൽ ചെയ്യാം. ഇനി നമുക്ക് ലിഫ്റ്റ് നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ലിഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നേരെ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഒരു ലാൻഡിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും. മുകളിലായിട്ട് ഡിസൈൻ ചെയ്യണം, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ് തന്നെയാണ്. അതുപോലെ ആ ഒരു സ്റ്റൈൻലെസ് സ്റ്റീലെല്ലാം അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി ഏരിയയിലേക്ക് പോകും. ഇതെല്ലാം ഈ ഗ്ലാസ് എല്ലാം ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് തന്നെയാണ്, സെയിൻറ്റ് ഗോബൈൻ എന്ന ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെയും ഈ പറയുന്ന 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അത് നല്ല പ്രീമിയം ക്വാളിറ്റി ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മൊബൈലായിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് കോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ്സിലാണ് ഈ ഒരു ബാൽക്കണി ഏരിയ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു സ്റ്റീൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 304 തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കാണും പോലെ വലിയൊരു കോറിഡോറാണ്. അവിടെ രണ്ട് ഭാഗത്തായിട്ട് 2 റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ ബാൽക്കണിയുള്ള റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലെല്ലാം ഒരു സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ടുള്ളൊരു പ്രീമിയം രീതിയിലുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഇതെല്ലാം ആ ടെക്സ്ചർ തന്നെ കണ്ടോ, ആ ഒരു മറൈൻ പ്ലെയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കാണുന്നത് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വിശാലമായ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും നമുക്ക് നല്ല സ്പേസുള്ള ആ ഒരു വാർഡ്രോബ് തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു ഹാൻഡിൽസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടഫൻ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ബാൽക്കണി നോക്കുവാണെങ്കിലും ഇവിടെയും ഈ പറയുന്ന ടഫൻ ഗ്ലാസ് തന്നെ ചെയ്തിരിക്കുന്നത്. ഫുള്ളും സ്റ്റൈൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നീളമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. അതുപോലെ മുകളിലായിട്ടെല്ലാം പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ
വാഷ്റൂം കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെയും ഈ പറയുന്ന ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് തന്നെയാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കൊറിയൻ ടോപ്പ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം ഹൈ ക്വാളിറ്റി യൂസ് ചെയ്തിരിക്കുന്നു. അതേപോലെ മുകളിലായിട്ടുണ്ടെങ്കിൽ സീലിംഗ് ഹൈറ്റുള്ള ടൈൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കൺസീലർ ഫ്ലഷ് ടാങ്കും അതുപോലെ ഈ ഒരു നമുക്ക് ടിൽറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വാഷ് വരുന്ന ഒരു ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ക്യൂബിക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടഫൻ ഗ്ലാസ് കൊടുത്തുള്ളൊരു ക്യൂബിക്കിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യക്തി ഏരിയ വരുന്നത്. ഇവിടെയും റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ പ്രഷർ, അതായത് വാട്ടർ പ്രഷർ പമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ലാസ്റ്റ് റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരാം. ഇത് നമ്മൾ താഴെ കണ്ട അതുപോലത്തെ റൂം തന്നെയാണ്. വാർഡ്രോബിൽ വ്യത്യാസമുണ്ട്, ആ വാർഡ്രോബ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, കളർ തീം വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിലും നമ്മുടെ ഒരു ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസ് തന്നെയാണ്. ഇതെല്ലാം ഇവിടെയും TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ അകത്തേക്ക് വരുമ്പോഴും വ്യത്യാസങ്ങളൊന്നുമില്ല. കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കൊറിയൻ ടോപ്പ് തന്നെയാണ്. അതുപോലെ ബാക്കി എല്ലാ ഫിറ്റിങ്സ് എല്ലാം കോളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഗസീബോ സ്പേസിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ ഡോറെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗസീബോ സ്പേസിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗസീബോ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ചെടികൾ ഹാങ്ങി ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നമുക്ക് സിറ്റിംഗ് സ്പേസ് ആക്കിയിട്ട് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ആ രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു ഓപ്പൺ ടെറസ് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഇനി വാട്ടർ പ്രൂഫ് കോട്ട് കൂടെ ചെയ്യാനുണ്ട്. 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 1000 ലിറ്ററിൻ്റെ 2 ടാങ്കുകൾ കൊടുത്തു. സുപ്രീമിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല, എപ്പോഴും വെള്ളം ഉണ്ടാവും. അതുപോലെ നമുക്ക് സോളാർ വയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലൊരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്കൊരു റിക്രിയേഷൻ ഏരിയ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പോകുന്ന വഴിക്കാണെങ്കിലും ഇവിടെയും ഒരു ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8.3 സെൻറ്റിലെ 3550 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ലക്ഷറി സ്മാർട്ട് ഹോമിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 3,30,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക്